ബി.ജെ.പി നേതാവ് ശ്രീ സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ ഭാരതത്തിൻ്റെ അഭിമാന താരം തന്നെയാണ് പി.ആർ. ശ്രീജേഷ്. അങ്ങനെയുള്ള ഒരു താരത്തിൻ്റെ കേരളം ഭാരതത്തിന് രാജ്യത്തിന് സംഭാവന നൽകിയ ഏറ്റവും മികവാർന്ന പ്രതിഭകളിൽ കായിക താരങ്ങളിൽ ഒരാളായി രാജ്യം വാഴ്ത്തുന്ന ലോകം വാഴ്ത്തുന്ന പി.ആർ. ശ്രീജേഷിനെയാണ് സംസ്ഥാന സർക്കാർ അപമാനിച്ചത്. വലിയ സ്വീകരണം ഒരുക്കും എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. അവസാന നിമിഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് കുടുംബസമേതം എത്തിയതിനു ശേഷമാണ് ഈ പരിപാടി മാറ്റിവെച്ച കാര്യം പോലും അദ്ദേഹം അറിയുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? വളരെ ഖേദപൂർവവും അതോടൊപ്പം പ്രതിഷേധാർഹവുമായിട്ടുള്ള കാര്യമാണ്. രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു ഒളിമ്പിക് മെഡൽ ജേതാവ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എന്തിനാണ് മന്ത്രിസഭയിലെ 2 മന്ത്രിമാരിങ്ങനെ പോരടിക്കുന്നത്? എന്ത് നാണക്കേടാണിത്? അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോലും കേരളത്തിൽ ആളുണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീജേഷിന്റെ കുടുംബത്തോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. പ്രധാനമന്ത്രിക്ക് പോലും സമയം കണ്ടെത്തി ശ്രീജേഷ് എന്ന താരത്തിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്താമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മന്ത്രിമാർക്ക് ഇതിനൊന്നും സമയമില്ലെന്നാണ്. ഇവിടെ 2 വകുപ്പുകൾ തമ്മിൽ പോരടിക്കുകയാണ്. ആരാണ് പരിപാടി നടത്തേണ്ടത്? എന്തൊരു നാണക്കേടാണത്! കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് പണിയാണ് ഈ ചെയ്യുന്നത്? കേരളത്തിലെ മുഴുവൻ കായിക താരങ്ങൾക്കും അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള സംഗതിയാണ്. ആക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഒളിമ്പിനെ ആക്ഷേപിച്ചിരിക്കുകയാണ്, ഒരു മെഡൽ ജേതാവിനെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഇവരെന്ത് സന്ദേശമാണ് കേരളത്തിലെ യുവതലമുറയ്ക്ക് നൽകാൻ പോകുന്നത്? ഇത് വാസ്തവത്തിൽ ഇവർക്ക് കേരളത്തിലെ ഈ കായിക മേഖലയോട്, കായിക താരങ്ങളോട് അശേഷം ബഹുമാനമില്ല, അശേഷം ആദരവില്ല, ഒളിമ്പ്യന്മാരുടെ തീരെ ആദരവില്ല എന്നുള്ളതിന്റെ പ്രകടമായിട്ടുള്ള അതിനാണ് സന്ദീപ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് പോലും, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് പോലും സമയം കണ്ടെത്താൻ സാധിക്കുന്നു. ഇവിടെ ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് കായിക വകുപ്പ് മന്ത്രി സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അടുത്ത ദിവസം തന്നെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമെന്നാണ്. ഇങ്ങനെ രാജ്യവും എല്ലാ വിഭാഗം ആൾക്കാരും അദ്ദേഹത്തെ ആദരിക്കുമ്പോഴാണ് ആരാണോ പ്രാഥമികമായി ആ പരിഗണന നൽകേണ്ടത്, മുൻകൈ എടുക്കേണ്ടത്, ആ സംസ്ഥാന സർക്കാർ തന്നെ ഇങ്ങനെ തർക്കം കാരണം ഇങ്ങനെ പരിപാടി മാറ്റിവെച്ച് അദ്ദേഹത്തിന് അവമതിപ്പ് സൃഷ്ടിക്കുന്നത് അല്ലേ? അല്ല, തീർച്ചയായിട്ടും ഇത് കേരളത്തിന്റെ സ്വീകരണമല്ലേ നൽകേണ്ടിയിരുന്നത്? ഏതെങ്കിലും ഒരു വകുപ്പിന്റെ പേരിൽ എന്തിനാണ് തമ്മിലടിക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരും എല്ലാം ഉൾപ്പെടെ ഉള്ളൊരു കേരളത്തിന്റെ പൗരാവലിയുടെ സ്വീകരണമല്ലേ ശ്രീജേഷ് അർഹിക്കുന്നത്? അത് നൽകാൻ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കണ്ടേ? അതിനുപകരം തന്റെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരുടെ ചക്കളത്തിപ്പോര് കണ്ടിട്ട് ശ്രീജേഷിനെ പോലെയുള്ള ഒരു ഒളിമ്പിനുള്ള സ്വീകരണ പരിപാടി അങ്ങ് റദ്ദ് ചെയ്യാൻ ഇത് എന്ത് നാണക്കേടാണിത്? മുഖ്യമന്ത്രി ഇതിന് ഈ മറുപടി പറഞ്ഞേ മതിയാകൂ. മുഖ്യമന്ത്രി മറുപടി പറയണം. ഇത് റദ്ദ് ചെയ്യാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഇത് അപമാനിക്കലല്ലേ? ശ്രീജേഷിനെ പോലെ ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ അപമാനിക്കലല്ലേ? എങ്ങനെ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കും? കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണം ഉയരണം ഈ വിഷയത്തിൽ. വളരെ അപമാനകരമായിട്ടുള്ള സാഹചര്യമാണ്. ഒരു ഒളിമ്പ്യനും, ഒരു സ്പോർട്സ് താരത്തിനും, ഒരു കായിക താരത്തിനും കേരളത്തിൽ ഇനി ഈ ഗതി ഉണ്ടാവരുത്, ഈ ഒരു ഗതികേട് ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരണം. മുഖ്യമന്ത്രി കാണിച്ചത്, കേരളത്തിലെ മന്ത്രിമാർ കാണിച്ചത് നെറികേടാണ്, നീതികേടാണ്. ഒരു സംശയവും കാര്യത്തിലില്ല. വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.